ഹസ്ബൻഡ് ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ ടൈംസ് പറഞ്ഞ് GCS പൂവറായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സാച്ചുറേഷനൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഒത്തിരി സപ്പോർട്ടീവായിട്ട് എൻ്റെ കൂടെ ഇഷ്ടംപോലെ ആൾക്കാർ, ഞാൻ വെയിറ്റിംഗ് റൂമിലുണ്ട്, പ്രത്യേകിച്ച് ICUക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള അവിടെ ഉള്ള ആൾക്കാർ എന്നെ സപ്പോർട്ട് ഒത്തിരി ചെയ്തു. സെക്യൂരിറ്റീസ് ഒത്തിരി സപ്പോർട്ട് ചെയ്തു. ഞാൻ വർക്ക് ചെയ്യുന്ന പ്രൊഫഷൻ നേഴ്സിംഗ് ഫീൽഡാണ്. അപ്പോൾ എനിക്കറിയാം എന്തൊക്കെ സംഭവിക്കാം ഒരു ആക്സിഡൻറ്റിൽ. ഞാൻ പലതും കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലാവും ഡോക്ടർ വിഷ്ണു ചെയ്യാവുന്നതിന് അതിന് അപ്പുറം ഡോക്ടർ വിഷ്ണു ചെയ്തിട്ടുണ്ടെന്ന്. ദൈവം അവിടെ കരങ്ങളിൽ പ്രവർത്തിച്ചിട്ടുമുണ്ട്. അതെനിക്ക് നന്നായിട്ടറിയാം. കർത്താവ് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ. അല്ലാതെ എനിക്കിതിനൊന്നും പറയാനില്ല. കാരണം വെച്ചാൽ ഇന്നിവിടെ ഇങ്ങനെ ഇരിക്കുമെന്നും എങ്ങനെ പോകുമെന്നൊന്നും എനിക്കില്ല. സന്തോഷത്തോടെ പോവുമോ കരഞ്ഞുകൊണ്ട് ഞാൻ പോകുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ അതിയായ സന്തോഷമുണ്ട് ഇപ്പം. ആളിവിടെ ഹോസ്പിറ്റലിൽ എത്തിയ ഒരു സാഹചര്യം നമ്മൾ ആദ്യം കാണുന്ന ഒരു അവസ്ഥ നമുക്കറിയാമല്ലോ. അതിൽ നിന്ന് ആൾക്കുണ്ടായ ഒരു മാറ്റം, അതിന് നമ്മളും ഒരു കാരണമായി എന്നുള്ള ഒരു വികാരം, ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ്. എൻ്റെ പേര് സജയ ആൽവിനോ. ഞാൻ അടൂരാണ് എൻ്റെ വീട്. 27 മെയ്യിൽ 2026 ഒരു ആക്സിഡൻറ്റ് പറ്റി കാരക്കാട് ചെങ്ങന്നൂർ വെച്ച ഹസ്ബൻഡിന്. അവിടുന്ന് അവർ തന്നെ കൊണ്ടുവന്ന് KM ശ്രീയാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. വന്ന ഉടനെ തന്നെ എമർജൻസി ആയിട്ട് വേണ്ട കെയർ കൊടുത്തു. ഇവിടെ വന്ന സമയത്ത് ഹസ്ബൻഡ് ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ ടൈംസ് പറഞ്ഞ് GCS പൂവറായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സാച്ചുറേഷനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവർ വെൻറ്റിലേറ്റ് ചെയ്തു. ഹസ്ബൻഡിൻ്റെ പേഴ്സിനെങ്ങാനോ നമ്മുടെ ഒരു കാർഡുണ്ടായിരുന്നു. അങ്ങനെ കാർഡ് തപ്പിപ്പിടിച്ച് എങ്ങനെയോ എൻ്റെ നമ്പർ കിട്ടി. ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ അവരവിടെ വിളിച്ചു. അന്നേരം തൊട്ട് എന്താ സംഭവിച്ചത് എന്തൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഭയങ്കര പാനിക്കായി. ഇവിടെ ഡോക്ടർ വിഷ്ണു വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാമായിരുന്നു. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു സുബി സിസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നു. ഉടനെ സുബി സിസ്റ്ററിനെ വിളിച്ചു. സുബി സിസ്റ്ററിനെ ഡോക്ടർ വിഷ്ണുവിനോട് വിളിച്ച് പറഞ്ഞു, സാറ് ICU നിൽക്കുന്ന സാറ് ഓടി വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് എന്ത് കെയർ വേണേലും കൊടുത്തോളൂ. കാരണം വെച്ചാൽ ഞാൻ വന്നില്ല. കാരണം ആക്സിഡൻ്റ് ആണ്. കൺസെൻറ്റ് കാര്യങ്ങൾ സെറ്റ് എല്ലാം ചെയ്യണമെങ്കിൽ ബൈസ്റ്റാൻഡർ വേണം. കൊണ്ടുപോയ ആളൊന്നും ചെയ്യുന്നില്ല. ഡോക്ടർ വിഷ്ണു എന്ത് വേണമെങ്കിലും ചെയ്തോ കുഴപ്പമില്ല. അങ്ങനെ ഡോക്ടർ വിഷ്ണുവിൻ്റെ സ്വന്തം റിസ്കിൽ അച്ഛന് സിറ്റി എടുത്ത് ബ്ലീഡിങ് നന്നായിട്ടുണ്ട്. എമർജൻസി ആയിട്ട് ഞാൻ വരുന്നതിന് മുമ്പ് ഇരിക്കുന്നതിന് മുമ്പ് തന്നെ സർജറിക്ക് കയറ്റി സർജറി ചെയ്ത് പകുതിയായപ്പോഴാണ് ഞാൻ ഇവിടെ വന്നത്. അന്ന് സാറ് കൺസേണെല്ലാം ഞാൻ ഒപ്പിട്ട് കൊടുത്തു. സർജറി 8-9 മണിക്കൂർ കഴിഞ്ഞ് സാർ ഇറങ്ങി വരുമ്പം സാറിന് ഭയങ്കരമായ മുഖത്ത് വിഷമമായിരുന്നു. എന്ത് ചെയ്യും എന്നൊരു ഇതിൽ കുറേ കോംപ്ലിക്കേഷൻസ് സാർ എന്നോട് പറഞ്ഞു. ഒപ്റ്റിക് നെർവ് ഇങ്ങനെ തലയിലൊക്കെ ഒത്തിരി ബ്ലീഡ് ഉണ്ടായിരുന്നു. എല്ലാം ചെയ്തു. പിന്നെ എന്നിങ്ങനെ പറഞ്ഞു. അതെല്ലാം കാണിച്ചു തന്നു. വീഡിയോയിലെല്ലാം കാണിച്ചു തന്നു. പിന്നെ അച്ഛനെ വെന്റിലേറ്റർ ന്യൂറോ ICUലോട്ട് മാറ്റി. പിന്നെ ഇവിടെ ഒത്തിരി സപ്പോർട്ടീവായിട്ട് എൻ്റെ കൂടെ ഇഷ്ടംപോലെ ആൾക്കാർ, ഞാൻ വെയിറ്റിംഗ് റൂമിലുണ്ട്, പ്രത്യേകിച്ച് ICUക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള അവിടെ ഉള്ള ആൾക്കാർ എന്നെ സപ്പോർട്ട് ഒത്തിരി ചെയ്തു. സെക്യൂരിറ്റീസ് ഒത്തിരി സപ്പോർട്ട് ചെയ്തു. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. അതുപോലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അനേകായിരം പേരുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ആൾക്കാർ, എൻ്റെ ചർച്ച്, അങ്ങനെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാം ഇവിടെ. അതുപോലെ ഡോക്ടർ വിഷ്ണുവിന് കഴിയാവുന്നതിലപ്പുറം ഡോക്ടർ വിഷ്ണു ആ സർജറിക്കകത്ത് ചെയ്തുകൊണ്ട് അതിൻ്റെ കൂടുതൽ ഡോക്ടർ വിഷ്ണുവിനെ സഹായിച്ചത് ദൈവം തമ്പുരാനും കൂടെ ആണെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. ICUവിൽ പേഷ്യൻറ്റിനെ 1 ഡേ കഴിഞ്ഞു. പിറ്റേ ദിവസം CT എടുത്ത് നോക്കും. സാറിന് വിഷമമാണ്. സാറിന് ഒത്തിരി പേര് എൻ്റെ വർക്ക് ചെയ്യുന്നിടത്തൊന്നും വിളിക്കുന്നുണ്ട്. പക്ഷേ പിറ്റേ ദിവസം സംസാരിക്കാൻ വേണ്ടി ICUവിലോട്ട് കയറിയപ്പോൾ സാറിൻ്റെ മുഖം ഒരു പ്രകാശിത രൂപം പോലായിപ്പോയി. വൺ ഓഫ് ദി ബെസ്റ്റ് CT. കാരണം വെച്ചാൽ ഒരു കുഴപ്പമില്ല. അവിടെ ഇവിടെയൊക്കെ ഒരു നീര് പോലോ അങ്ങനെയൊക്കെ ഉള്ളൂ. പ്രശ്നങ്ങളൊന്നുമില്ല. ബ്ലീഡിങ് ഒന്നും ഇപ്പോൾ കാണുന്നില്ല. പിന്നെ സാറിന് പ്രതീക്ഷയായി. ICUവിലെ ഓരോ സ്റ്റാഫും പറയാൻ പറ്റാത്ത രീതിയിൽ ഒത്തിരി അധികം സഹായിച്ചിട്ടുണ്ട്. അച്ഛനെ ഒത്തിരിയധികം നോക്കാനും കെയറിങ്ങിനും എല്ലാത്തിനും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഇൻചാർജ് അടക്കം എല്ലാവരെയും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. പിന്നെ ഓരോ ദിവസം അങ്ങനെ ഓരോ ദിവസം ഉറക്കമില്ലാത്ത രാത്രികളാണെന്ന് തന്നെ പറയാം. ഇങ്ങനെ നിന്നു എന്ത് സംഭവിക്കാം. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന പ്രൊഫഷൻ നേഴ്സിംഗ് ഫീൽഡാണ്. അപ്പോൾ എനിക്കറിയാം എന്തൊക്കെ സംഭവിക്കാം ഒരു ആക്സിഡൻറ്റിൽ. ഞാൻ പലതും കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലാവും ഡോക്ടർ വിഷ്ണു ചെയ്യാവുന്നതിന് അതിന് അപ്പുറം ഡോക്ടർ വിഷ്ണു ചെയ്തിട്ടുണ്ടെന്ന്. ദൈവം അവിടെ കരങ്ങളിൽ പ്രവർത്തിച്ചിട്ടുമുണ്ട്. അതെനിക്ക് നന്നായിട്ടറിയാം.
പിന്നെ ഓരോ ദിവസം കഴിയുന്തോറും ഓരോ ഇമ്പ്രൂവ്മെൻ്റ്. ഡേ 3 ആയപ്പോൾ സാറ് സെഡേഷൻ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കണ്ണ് തുറന്നു, കൈകളും കാലുകളും അനക്കി. അപ്പോൾ എനിക്കൊരു ആശ്വാസമായി. കർത്താവേ ദൈവമേ നീ തളർത്തിക്കിടത്തത്തില്ല, അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് എനിക്കൊരു വിശ്വാസമായി. അങ്ങനെ 6th 7th ഡേ ആയപ്പം തന്നെ നടന്നു. അങ്ങനെ ഒരിക്കലും ഒരിടത്തും അങ്ങനെ സംഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇത്രയും 0% സാച്ചുറേഷൻ, ഫുള്ളായിട്ട് അൺകോൺഷ്യസ് ആയിട്ട് ഒരു പേഷ്യൻറ്റ് വന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കും, ഫുഡ് തന്നെ ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി, ബാത്റൂം പോവും, അവനവൻ്റെ കാര്യങ്ങൾ നോക്കും, ബ്രഷ് ചെയ്യും, എല്ലാം ചെയ്യും. ഇതിന് ദൈവത്തിൻ്റെ അത്ഭുതകരങ്ങൾ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത ഇവിടുത്തെ എല്ലാ ആൾക്കാരും, ഈവൻ ഫ്രണ്ട് ഓഫീസ് തൊട്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അനേകാനം കൈകൾ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും നന്ദി. ഏറ്റവും കൂടുതൽ ദൈവത്തിന് നന്ദി പറയുന്നു ഡോക്ടർ വിഷ്ണു ആൻഡ് ഡോക്ടർ വിഷ്ണുവിൻ്റെ കൂടുതൽ മെൽവിൻ സാറ്, അങ്ങനെ ന്യൂറോ ടീംസ് ഡോക്ടേഴ്സ് എല്ലാം, അവിടുത്തെ ഐസിയുലെ ന്യൂറോ ഐസിയുലെ എല്ലാം, ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഫ്ലോറിലെ എല്ലാ സ്റ്റാഫും, കർത്താവ് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ. അല്ലാതെ എനിക്കിതിനൊന്നും പറയാനില്ല. കാരണം വെച്ചാൽ ഇന്നിവിടെ ഇങ്ങനെ ഇരിക്കുമെന്നും എങ്ങനെ പോകുമെന്നൊന്നും എനിക്കില്ല. സന്തോഷത്തോടെ പോവുമോ കരഞ്ഞുകൊണ്ട് ഞാൻ പോകുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ അതിയായ സന്തോഷമുണ്ട് ഇപ്പം. ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഡോക്ടർ വിഷ്ണുവിനോട് തീരാത്തമായ നന്ദിയുണ്ട്. എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. ദൈവത്തിന് നന്ദി, സ്തോത്രം. നമസ്കാരം, ഞാൻ ഡോക്ടർ വിഷ്ണു, ഡോക്ടർ കെ എം ചെറിയാൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ന്യൂറോ സർജനാണ്. ഒരു ന്യൂറോ സർജൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പലപ്പോഴും നമുക്ക് വളരെ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ വളരെ അടുത്തറിയാവുന്നുള്ള പല രോഗികളെന്ന് ഞാൻ പറയില്ല, പല പേഴ്സൺസിനെയും നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് എമർജൻസി ആയിട്ട്. അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു ഇത്. ഇപ്പം സജയ് സിസ്റ്ററും ആൽബിനോ, സിസ്റ്റർ ഓൾറെഡി എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്, എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പം ആളുടെ ഹസ്ബൻഡ് ഒരു സിവിയർ ഹെഡ് ഇഞ്ചറി ആയിട്ട് ഒരു പ്രതികരണവും ഇല്ലാതെ വളരെ മോശം ഒരവസ്ഥയിലായിരുന്നു ഹോസ്പിറ്റലിൽ എമർജൻസിയിലെത്തിയത്. ഇൻഫാക്ട് ആരാണെന്ന് അറിഞ്ഞുകൂടാ, അതൊരു അൺനോൺ പേഴ്സണായിട്ടാണ് ഹോസ്പിറ്റലിൽ എത്തുന്നത്. കുറച്ച് കഴിഞ്ഞാണ് ഇന്ന ആളാണെന്നൊക്കെ അറിയുന്നത്. അപ്പോൾ അതിനുള്ളിൽ തന്നെ ആളെ വേണ്ട ഫസ്റ്റ് എയ്ഡ് എല്ലാം കഴിഞ്ഞു, സ്കാൻ എല്ലാം എടുത്തു, ഇങ്ങനെ ബ്ലീഡിംഗ് ഉള്ള കാര്യം അറിഞ്ഞു. സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സിസ്റ്ററെ ഞാൻ നേരിട്ട് ഫോണിൽ വിളിച്ചിട്ട് നമ്മൾ ഡയറക്റ്റ്ലി സർജറി ആയിട്ട് അങ്ങ് പ്രൊസീഡ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഇല്ലായിരുന്നെങ്കിൽ ആളെ നമുക്ക് തിരിച്ചു കിട്ടില്ല. ഇതൊരു ലൈഫ് സേവിങ് സർജറി ആയിരുന്നു. അങ്ങനെ സർജറിക്ക് എടുത്തു, സർജറി എല്ലാം കഴിഞ്ഞു. പേഷ്യൻ്റ് ആ ഒരു റിക്കവറി പ്രോസസ്സിലൂടെ ആദ്യം കുറച്ച് ദിവസം വെൻറ്റിലേറ്ററിലൊക്കെ ആയിരുന്നു. പിന്നെ കോൺഷ്യസ് ആയി വന്ന അവസരത്തിൽ നമ്മൾ ആളെ പതുക്കെ വെൻറ്റിലേറ്ററിൽ നിന്നൊക്കെ മാറ്റി ഫിസിയോതെറാപ്പിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു, ആളെ നടത്തിച്ചു, റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം, ഈവൻ ഇന്നലെ ഞാൻ ആളെ കണ്ടിരുന്നു. ഇപ്പം കഴിഞ്ഞ ആഴ്ച മറ്റൊരു രോഗിക്ക് ബൈസ്റ്റാൻഡറായിട്ട് ആൽബിനോ ഇവിടെ ഹോസ്പിറ്റലുണ്ടായിരുന്നു. അപ്പം വളരെയധികം സന്തോഷം തോന്നി. അതായത് ആളിവിടെ ഹോസ്പിറ്റലിൽ എത്തിയ ഒരു സാഹചര്യം നമ്മൾ ആദ്യം കാണുന്ന ഒരു അവസ്ഥ നമുക്കറിയാമല്ലോ. അതിൽ നിന്ന് ആൾക്കുണ്ടായ ഒരു മാറ്റം, അതിന് നമ്മളും ഒരു കാരണമായി എന്നുള്ള ആ ഒരു വികാരം, അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഇത് തന്നെയാണ് ന്യൂറോ സർജറിയിലെ ഏറ്റവും ബെസ്റ്റ് ഫീലിംഗ്. അതായത് ഒരു മരണാസന്ന നിലയിൽ വരുന്ന ഒരു രോഗി, അവർ കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്ത് അവർ നേരത്തെ പോലെയോ അല്ലെങ്കിൽ നേരത്തെക്കാളോ ബെറ്ററായിട്ടൊരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്, അതിന് നമ്മൾ വിറ്റ്നസ് ആകുന്നു എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ഫീലിംഗ് ഇൻ ദ വേൾഡ്.